ഹലോ ഗൈസ്, അപ്പോൾ കിച്ചു സിംപിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സസിൻ്റെ സാലറി മിനിമം സാലറി 20,000 നിന്ന് 40,000 ആക്കണമെന്നാണ്. ഞാൻ ഇന്ന് ഇതിനെപ്പറ്റി ലൈവ് ജസ്റ്റ് ചെയ്യാൻ പോയിരുന്നു വെച്ചു, പക്ഷേ വീട്ടിലെപ്പോഴും ആൾക്കാർ വന്ന കാരണം എനിക്കിപ്പോൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണോട്ടോ. 40,000 സാലറി ആക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്നലത്തെ ആ സ്ട്രൈക്കിൻ്റെ ഇതിൽ ഇതുവരെ തീരുമാനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് മിനിമം ഒരു 40,000 രൂപയാണ് ഞങ്ങൾ ചോദിക്കണം. സർക്കാർ ഞങ്ങളോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണടക്കണതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നത് സമരത്തിന് പോയിരുന്നിട്ട് മറുനാടനല്ലാതെ വേറെ ഒറ്റ ഒരു ചാനലുകാരും മീഡിയക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം മീഡിയക്കാർ ഞങ്ങളോട് എന്തിനാണ് ഇങ്ങനെ കണ്ണടയ്ക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ന്യായമായിട്ടുള്ള സാലറിയാണ് ഞങ്ങൾ ചോദിച്ചേക്കുന്നത്. നഴ്സുമാർ ഞങ്ങൾ ആരെയും കൂടുതലൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. മിനിമം സാലറി 40,000. പിന്നെ അതേപോലെ തന്നെ 6-6-12 ഷിഫ്റ്റ് ആക്കാമെന്ന്. അതായത് 6 മണിക്കൂർ രാവിലെ, 6 മണിക്കൂർ വൈകുന്നേരം, 12 മണിക്കൂർ നൈറ്റ്. ഇതാണ് ഞങ്ങൾ ചോദിക്കണ ആകെ ഒരു റിക്വസ്റ്റ്. അതും ഞങ്ങൾക്ക് സർക്കാർ തന്നേ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടണ ഈ തുച്ഛമായ സാലറി എന്ന് പറയുന്നത് തുച്ഛമായ സാലറി കൊണ്ടിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പുറത്തേക്ക് പോണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ സാലറിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്താ പറയുക, ഞങ്ങളെക്കാളും വർക്ക് കുറവുള്ളവർക്ക്, അതായത് 50,000-60,000 രൂപ മാക്സിമം ഒരു മാസം സാലറി കിട്ടുന്നുണ്ട്. ഇത്രയും രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ഉറക്കളച്ച് പഠിച്ച് ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ സാലറി തരുന്നില്ല? ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ അത്ര അധ്വാനിച്ചിട്ടുള്ള ഞങ്ങളുള്ള കൂലിയല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ അതിൽ കൂടുതൽ ഞങ്ങൾക്ക് തരണമെന്ന് ഒരിക്കലും ഞങ്ങൾ നഴ്സുമാർ പറയുന്നില്ല. ഇന്നലെ വന്ന നഴ്സുമാരിലെ ആകെ സുരേഷ് ഗോപി സാറായിരുന്നു ഇന്നലെ വരാൻ നിർണയിച്ചത്. പക്ഷേ സാറിന് ഇന്നലെ വരാൻ പറ്റിയില്ല. രാജൻ സാറായിരുന്നു അപ്പോൾ വന്നത്. സാറ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. ഞങ്ങൾക്കപ്പോൾ ഈ സാലറി കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ പറയുക, ഇനി ശക്തമായ പ്രതികരണം ഞങ്ങൾ എന്തായാലും തുടർന്നിരിക്കും നഴ്സുമാർ. ഈ പ്രാവശ്യം ഞങ്ങൾ ഇത്രയും ഹോസ്പിറ്റലിൽ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു സമരത്തിന് ഞങ്ങൾക്ക് യാതൊരു ഇതും തന്നില്ലെങ്കിൽ ഇത് സ്ട്രോങ് ആയിട്ടായിരിക്കും ഞങ്ങൾ ഇതെടുക്കുക. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ തുച്ഛമായ ഒരു സാലറിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. 40,000 രൂപ മിനിമം എന്ന് പറയണത്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. ഞങ്ങൾ ഇത്രയും ലക്ഷങ്ങൾ കെട്ടി പഠിച്ച് വരുന്നതല്ലേ. എല്ലാം പോട്ടെ, ഈ പുറത്ത് പോണ ഹോം നഴ്സുമാരായിട്ട് പോണ വീട്ടമ്മമാർക്ക് കിട്ടും മിനിമം സാലറി 30,000 രൂപ. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും ലക്ഷങ്ങൾ കെട്ടി പഠിക്കണം, ഞങ്ങൾക്ക് എന്തുകൊണ്ടത് കിട്ടുന്നില്ല? അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം കമൻറ്റിലൂടെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് മാക്സിമം എന്താ പറയുക ഞങ്ങളുടെ ഈ പ്രശ്നം പൊതു മേഖല അറിയുന്നത്. അങ്ങനെ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി കണ്ണു തുറക്കണത് അങ്ങനെയാണ്. അങ്ങനെ 10,000-ന്ന് അത്രയും സ്റ്റാഫുമാർ ഞങ്ങൾ നഴ്സുമാർ അത്രയും വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞങ്ങൾ ഔദാര്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇപ്പം എന്താ പറയുക, ഒന്നും പോട്ടെ, പുറത്തേക്ക് എല്ലാ നഴ്സുമാരും പോണത് എന്തുകൊണ്ടാണ്? സാലറി നോക്കിയിട്ട്. കാരണം എന്താണ്, അവർക്ക് ലോണും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ആ സ്വന്തമായിട്ട് വീക്കണം. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീട്ടുകാരെ നമ്മളെങ്ങനെ നോക്കണം, അതോർത്തിട്ട് മാത്രമല്ലേ നഴ്സുമാർ പുറത്തേക്ക് പോകണേ അല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമൻറ്റോ എന്താ പറയുക ലൈക്കായിട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. അല്ലെങ്കിൽ കമൻറ്റിലൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു ഹാർഡ് കമൻറ്റെങ്കിലും ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റുകൾ അറിയിക്കണം. കാരണം ഞങ്ങൾക്കിത് അർഹതപ്പെട്ട സാലറി അല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് കാണാം.